ഈ മോദി ആണെങ്കിലും ഇപ്പം സുരേഷ് ഗോപി നമുക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. ഇല്ല, വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മോദി അതുപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കൊച്ചായിട്ട് കാണുന്നില്ല. പക്ഷെ അദ്ദേഹമൊക്കെ വർഗീയതയോട് സന്ധി ചെയ്യുക. അപ്പം ബാക്കിയുള്ള എല്ലാ നല്ല ഗുണങ്ങളും അതാ ഞാൻ പറയുന്നത്. ഈ ബാക്കിയുള്ള എല്ലാ നല്ല ഗുണം ഇപ്പം ഞാൻ ഷെബിൻ ഷാവൂർ എന്ന് പറയുന്നത് ഞാൻ SDPI കാരനാണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ ഇരുന്ന് മതേതരത്വം പറയുന്നതിൻ്റെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ ജനാധിപത്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ SDPI കാരനെ, ഞാൻ വർഗീയവാദിയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഒരു RSS കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ അയാൾ വർഗീയവാദിയാണ്, വർഗീയതയോട് സന്ധി ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അല്ല, അത് നമ്മൾ ഈ വർഗീയത എന്ന് പറയുമ്പം ഇപ്പം RSS രാജ്യത്ത് ചെയ്ത വർഗീയതകൾ ഒരു സിസ്റ്റത്തിന്റെ പേരിൽ നടപ്പിലാക്കിയെന്ന് എപ്പോഴും പറഞ്ഞു വരുന്ന ഒരു ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ മാത്രമാണ്. കലാപമുണ്ട്, ഒരുപാട് കലാപങ്ങളുണ്ട്. അത് നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ RSS ചെയ്തിട്ടുള്ളതാണ്. CPM പള്ളി പൊളിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് മുസ്ലിം മലബാർ മേഖലയിലുള്ള ആൾക്കാർ അത് വർഗീയ കലാപം അല്ല, ചിലതൊക്കെ പൊളിറ്റിക്കലാണ്. അപ്പം രാഷ്ട്രീയം ഇതിനുള്ളിലേക്ക് മതം കടന്നു വന്നതോടുകൂടി ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും ഈ സംഭവം നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് നമ്മൾ എടുത്തു നോക്കണം. ജാതീയമായിട്ട് കൂടുതൽ ആൾക്കാരുള്ള മേഖലയിൽ ആ ജാതിയിൽപ്പെട്ടവനെയാണ് മത്സരിപ്പിക്കുന്നത്. മതപരമായി കൂടുതലുള്ള ആൾക്കാരുള്ള മേഖല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുടരുന്നൊരു പരിപാടിയാണത്. അങ്ങനെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ തന്നെ നിലനിൽക്കുമ്പോൾ ഉത്തരേന്ത്യൻ മണ്ണിലെ ഹിന്ദുക്കളെ എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ചാൽ പൊളിറ്റിക്കലി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് BJPക്ക് തോന്നിയതിലോ അതിനു വേണ്ടിയിട്ട് അവർ അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞതിലോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് തെറ്റൊന്നും കാണുന്നില്ല. കാര്യം മറ്റുള്ളവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്.